ഇന്ന് എന്തായാലും ഇവിടുന്ന് കൂടെ നമുക്കൊന്ന് കേറി നോക്കാം. പക്ഷേ ഡ്രസ്സിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. ഇവിടെ ഞാനിരിക്കുന്നത് കാണാനില്ലടോ. ആരാ? നമസ്കാരം. നിങ്ങൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഈ കളക്ഷൻ പരിപാടിയായിട്ട് ഇറങ്ങി വന്നായിരുന്നു. ചേച്ചിയെ ജമന്തിയെ ഇതാ കുറച്ച് പിള്ളേർ വന്നേക്കണം. എന്താ മക്കളെ? ഞങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് കുറച്ച് കളക്ഷനായിട്ട് വന്നതായിരുന്നു. ഇതിനു മുമ്പ് ഇവിടെ ആള് വന്നായിരുന്നു. അതുമല്ല അമ്മ, ഏട്ടന് ഓഫീസിൽ നിന്നും കാശ് കൊടുത്തിട്ടുണ്ട്. ഒരു മാസത്തെ ശമ്പളം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഡ്രസ്സാണ് ആവശ്യം. ഡ്രസ്സ് ഉണ്ടെങ്കിൽ തരുമായിരുന്നെങ്കിൽ. അല്ലല്ലോ പറഞ്ഞു കേട്ടത്, നമ്മൾ ഈ ക്യാമ്പിലേക്കൊക്കെ കൊടുക്കുമ്പോ പുതിയ ഡ്രസ്സ് കൊടുക്കണമെന്നല്ലേ. ഇപ്പൊ വീട്ടിലെ പെട്ടെന്ന് വന്നു വെച്ചാൽ എവിടുന്ന് പുതിയ ഡ്രസ്സ് കിട്ടാൻ? അല്ലെങ്കിൽ തന്നെ പുതിയ ഡ്രസ്സേ കൊടുക്കാവൂ. ആർക്ക് എന്ത് കൊടുക്കുമ്പോഴും ഡ്രസ്സാണെങ്കിൽ പുതിയതേ കൊടുക്കാവൂ. അല്ല, നിന്റെ പുതിയ ഡ്രസ്സ് വല്ലതും ഇരിപ്പുണ്ടാ എടുക്കാത്തത്? നോക്കിയാണ് ഉണ്ടെങ്കിൽ കൊടുക്ക, പുതിയതേ കൊടുക്കാവൂ കേട്ടോ. അല്ല, എങ്ങനെയുണ്ട്? കളക്ഷൻ ഉണ്ടോ നിങ്ങൾക്ക്? കിട്ടുന്നുണ്ട്. ചെറു പ്രായത്തിൽ ഇതിന് ഇറങ്ങി പുറപ്പെടാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. അതാണ് ഏറ്റവും വലുത്. ഇപ്പോഴാണ് മനുഷ്യന്റെ വില മനസ്സിലായത്. ഞാൻ വലുതേ എന്തോ ഒരു നെകളിപ്പാ. തീർച്ചയായിട്ടും അവിടെ ഒഴിവുണ്ടെങ്കിൽ എന്റെ വീട് കുറെ അപ്പുറത്ത്, അവിടെ വന്നു കഴിഞ്ഞാൽ വേണേ കുറെ തേങ്ങയോ മത്തങ്ങയോ എന്താച്ചൊക്കെ കൊണ്ടുപോവാ കേട്ടോ. തീർച്ചയായും. മരുന്നും ബ്രെഡ് എന്തൊക്കെ. അന്ന് എനിക്ക് ആലപ്പുഴയിൽ നിന്ന് മേടിച്ചു തന്നില്ലേ കണ്ണീട്ടൻ? അത് ശരി, അത് ഈ ഉടുത്തിട്ടില്ലല്ലോ. പുതിയതാ, ഞാൻ ഉടുത്തിട്ടില്ല. അതെ, അത് നന്നായി. അവരുടെ ഭാഗ്യ കൊടുത്തു. ചേച്ചിയുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കേ. അല്ല, ഇപ്പം അത് ഞാൻ ഇനിയിപ്പം ഇവിടെ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഇപ്പൊ എന്തോന്നാ വേണ്ടുന്നത്? ക്യാമ്പിലോട്ട് ഇപ്പോ അത്യാവശ്യം ബെഡ്ഷീറ്റും പായൊക്കെയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യേ, നാളെ നിങ്ങൾ ഇങ്ങോട്ട് വാ. ഞാൻ ഇന്ന് പോയി 5-6 പായൊക്കെ വാങ്ങിച്ചു വയ്ക്കാം. അതാ ഞാൻ അങ്ങോട്ട് കൊണ്ട് തരണോ? വേണ്ട, നമ്മൾ ഇങ്ങോട്ട് വരെ ഇവിടെ വന്ന് കളക്ട് ചെയ്തോളാം. കഴിച്ചാ? അയ്യോ, ചായ ഒരുപാട് വീട് കയറാവുണ്ട് ഇനിയും. ശരി. കുടിക്കാതെ തിന്നാതെ അല്ലേ ഈ കൊച്ചുകളി ഓടി നടക്കുന്നത്? എന്റെ ദൈവമേ, നാട്ടിനെ പറ്റി ഒരു ദുരന്തമേ, എന്തോ പറയാനാ. അതെ, ഈ പായ മാത്രം കൊടുക്കുന്ന ഒരു 10 തലാടി കൂടി കൊടുക്ക്, പുണ്യം കിട്ടും. കൊടുക്കാം. എനിക്ക് അതിനൊന്നും ഒരു വിഷമവും ഇല്ല. പിള്ളേർ എരിയാണി വെയില തല്ലി കിടന്ന് കൊടുക്കുന്നത്. ഇനിയിപ്പോ നാട്ടിലെ വിവരം അറിഞ്ഞപ്പോ തല അങ്ങോട്ട് കേട് എന്തേലും കേട്ടാ മതി. അപ്പൊ അല്ലടാ ദുരന്തം. ഒരു പോയിന്റ്, രണ്ട്, ഒരു പോയിന്റ്, ഇനി 1 മിനിറ്റ്, 2 പോയിന്റ്. അത് കള്ളക്കളി. ഞാൻ അവിടെ ഇട്ടിട്ടില്ല. പിന്നെ എന്തിനാ ഈ ചുമന്ന വേനോണ്ട് വരച്ചത്? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. 2 പോയിന്റ്. ഇനി ഞാൻ വെയിറ്റ്, ഞാൻ ഇടട്ടെ. ഞാൻ ഇട്ടോളം പോയിന്റ്. അയ്യോ, എനിക്ക് 3 പോയിന്റായി. ഇനി എന്റെ കളി. നന്നായിരിക്കുന്നു കേട്ടാ. ഇങ്ങനെ അമ്മ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ വേണം കേട്ടാ. ഇത് മാത്രമേ ഉള്ളോ? എന്തുവാ ഈ പരീക്ഷയൊന്നും ഇല്ലല്ലോ നമുക്കിപ്പം? അയ്യോ, പരീക്ഷയൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവളുടെ ഓണപരീക്ഷ ക്രിസ്മസ് പരീക്ഷ ഒന്നും നടക്കണ ലക്ഷണം ഇല്ല. വർഷം അവസാനം ഒരു പരീക്ഷയുണ്ട്, അതറിയാമോ? ആ പരീക്ഷ ഉണ്ട്, അത് എഴുതണം. അതിൽ മാർക്ക് പറഞ്ഞാണ്ടല്ലോ ഈ ക്ലാസ്സിൽ തന്നെ ഇരിക്കാം. പിന്നെ കൂടെ പഠിക്കുന്ന പിള്ളേർ വേണ്ട ക്ലാസ്സിലോട്ട് പോകും. ഒരു വട്ടം കൂടെ അതേപോലെ ഒരു മഴ പെയ്തിരുന്നെങ്കിൽ. ഒരെണ്ണം അങ്ങോട്ട് വെച്ച് തന്നോണ്ടല്ലോ. ഇതിനെയൊക്കെ വെറുതെ വളർത്തണം, ആൾക്കാരുടെ ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞ് വളർത്തണം. ഈ കൊച്ചെ, ആൾക്കാർ കിടന്ന് കഷ്ടപ്പെട്ടാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ. പുസ്തകങ്ങൾ അമ്മ പറഞ്ഞത് വെള്ളപ്പൊക്കം. ഇത് പറയാം, ഇരിക്കും. അപ്രതീക്ഷിതമായിട്ടൊരു ധനാഗമം എനിക്ക് ചെറിയൊരു കാരണം വെച്ചോടാം. അങ്ങനെ അതില് ചില്ലറ കമ്മീഷൻ കിട്ടി. കമ്മീഷൻ വാങ്ങിച്ചിട്ട് ഞാൻ ഇങ്ങനെ തിരിഞ്ഞപ്പോ കാണാം, ഒരു കടയിൽ ഒരു സാധനം എഴുതി എന്നെ നോക്കി ചിരിക്കുന്നു. അതായത് നീ ചിരിക്കുന്ന അതേ ചിരി. അങ്ങനെ പിന്നെ ഞാൻ ഇത് അപ്പം തന്നെ ആ സാധനം കാശ് കൊടുത്ത് ഞാൻ മേടിച്ചു. സാധനം നാളെ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സിനിമയുണ്ട്, ഐസ്ക്രീം ഉണ്ട്, ബിരിയാണി ഉണ്ട്.
എന്നാ പിന്നെ അത് കാണണം ഇല്ല ഇല്ല അത് കേട്ടോ എന്നെ പോലെ ചിരിക്കണ എന്ത് സാധനം അറിയണ്ടേ അത് സർപ്രൈസ് അത് പറ്റില്ല. ഇല്ല ഇല്ല കാണിച്ചാ കഷ്ടമുണ്ട് ക്ലീറ്റോ. എന്നാ പിന്നെ പറയാൻ നിൽക്കരുത്. എന്ത് ആ ഇത് നാളെ വരെ ഈ പെമ്പിള്ളേർക്ക് ക്ഷമയെന്ന് പറയണ ഇല്ലാത്ത അത് അയ്യോ നമ്മുടെ കേമ ആ പിന്നെ അത് കാണുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇത് കണ്ടു കഴിഞ്ഞിട്ട് അത് അങ്ങനെ ആയിപ്പോയി ഇത് ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള പോരായ്ക വല്ലതും പറഞ്ഞാൽ ഇത് ലാസ്റ്റ് ആയിരിക്കും, ഇനി ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ ഒന്ന് കണ്ടാൽ മതിയല്ലോ. പുറത്തെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഔദ്യോഗികമായ ഉദ്ഘാടനം നാളെയാണ്. റെഡി 1 2 3 ഇല്ല ഉദ്ഘാടനം നാളെ ഇല്ല. നാളെ ഒന്നുകൂടെ കാണിച്ചു തരാം. നിങ്ങൾ കൈ ബാക്കിൽ കെട്ടിക്കോ. ഇല്ല, വേണ്ട മതി. ഇത് ഇന്ന് രാത്രിയൊക്കെ ഉണ്ടല്ലോ ഇതിന് സ്വപ്നം കണ്ടിരിക്കുമ്പോഴേ നാളെ ഇതിനോട് കൂടുതൽ സ്നേഹം ഉണ്ടാവും. അതുകൊണ്ട് ബാക്കി ഉദ്ഘാടന ചടങ്ങ് പരിപാടി ഇല്ലച്ചാ, ഇനി ഞാൻ അടുത്ത ആഴ്ച വരുത്തോളാം അങ്ങോട്ട്. ആ, അടുത്ത ആഴ്ച വരാം. ശരി. ചേച്ചി, ഇതെന്താ ഈ സമയത്ത് തൂക്കുന്നത്? ഈ സമയത്ത് തൂക്കണ എന്താന്ന് വെച്ചാ വൈകുന്നേരം തൂക്കാൻ സമയം കിട്ടൂല. വൈകിട്ടോടെ പോന്നു. അതൊക്കെ ഉണ്ട്. എവിടെ പോവാ? എന്താ നിന്റെ പരിപാടി വൈകുന്നേരം? എനിക്കെന്ത് പരിപാടി? ഒന്നെങ്കിൽ ഈ വീട്ടില് അല്ലെങ്കിൽ അവിടെ. ഒരു പരിപാടിയില്ല. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. PSC എഴുതി തോറ്റ് തുന്നം പാടിയതുകൊണ്ടാണല്ലോ ജോലിയൊന്നും കിട്ടാത്തത്. 10ാം ക്ലാസ് തോറ്റവരെ അങ്ങനെ പ്രീ ഡിഗ്രിക്കാരെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. അയ്യടാ, 10ാം ക്ലാസ്സിൽ തോറ്റാലെന്താ? ഞാൻ ആരുടെ ഭാര്യ? പ്രമുഖൻ ക്ലീറ്റോന്റെ, അല്ലാതെ ലൈൻമാന്റെ ഭാര്യ അല്ലല്ലോ. നീ എന്നോട് തല്ലടിക്കാതെ പോയി റെഡിയാവും, ഞങ്ങളുടെ കൂടെ വരാം. ഞാൻ ഒന്നും വരുന്നില്ല. എവിടെയാ പോകുന്നതെന്ന് പറ. അങ്ങനെ എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മാളിലേക്ക് പോകാനാണ് ക്ലീറ്റോന്റെ തീരുമാനം. ഏത് മാള്? പുതിയ മാൾ ഇവിടെ വന്നിട്ടില്ലേ? അതാകുമ്പോഴത്തേനും ഇനി വേറെ കടകളിലൊന്നും നടക്കണ്ടല്ലോ. ഭക്ഷണം അവിടെ നിന്ന് തന്നെ കഴിക്കാം. ഇന്ന് ബിരിയാണി കഴിക്കും, പിന്നെ ഒരു സിനിമ കാണാം, ചിലപ്പോൾ ഡ്രസ്സ് എന്തെങ്കിലും എടുക്കും. തക്കളിയും വരുന്നുണ്ടോ? പിന്നല്ലാതെ അവളെ കൊണ്ടാതെ പോവോ? വാടി, നീ വാടി. പൈസ ഇല്ലാന്ന് പറയുകയും ചെയ്യും, എപ്പോഴും പുറത്തു പോക്ക് തന്നെയാ. പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതകാലത്തിലേ പൈസ ഉണ്ടാവൂല എന്നാണോ അതിന്റെ അർത്ഥം? നിന്റെ ഭർത്താവിനെ പോലെ എല്ലാ മാസവും പൈസ കിട്ടുന്ന ആളല്ല എന്റെ ക്ലീറ്റോ. ക്ലീറ്റോന് കിട്ടുമ്പോ 1-2 ലക്ഷം ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരുമിച്ചൊരു വരവ് അങ്ങ് വരും. അപ്പൊ നമ്മൾ ഇതേപോലെ കറങ്ങും. ഇത് ആദ്യത്തെ സംഭവം ഒന്നുമല്ലല്ലോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോവാറുണ്ട്. എന്നാ നിങ്ങൾ വെക്കോ, ഞാൻ വരുന്നില്ല. വന്ന് ബിരിയാണി മേടിച്ചു തരാം ചേച്ചി. വേണ്ട ചേച്ചി, ഞാൻ വരുന്നു. എന്താ? ഞാൻ ഇവിടെ ഇരുന്നോളാം, അല്ലെ തന്നെ അമ്മ ഒറ്റയ്ക്ക. എന്നാ ശരി. എന്തടി? ഒന്നുമില്ലാന്നേ. എന്നാ പറഞ്ഞ മുറ്റടിച്ചോ. മുറ്റടിച്ചതാ തന്നെ അടിച്ചാ മതി. സമ്മതിക്കണം. ട്രോളിങ് ഇങ്ങനെ ഓരോന്ന് നടക്കുക ആൾക്ക്. എന്റെ ഫോണിൽ നല്ല തമാശ വായിച്ചോണ്ടിരിക്കരുത്. നിന്റെ വാട്സാപ്പിനകത്ത് നിറയെ കോമഡികൾ. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ വായിച്ചതെന്ന് പറഞ്ഞുതരാം. നല്ല രസമുള്ള സാധനമാണ് കേട്ടോ. അതായത് ഇപ്പൊ പ്രളയം നടന്നപ്പോഴേ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉണ്ടായല്ലോ. ആ ക്യാമ്പിലേക്ക് വേണ്ടിയിട്ട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് സാധനങ്ങൾ സംഭരിച്ചുകൊണ്ട് അവിടെ ആൾക്കാർ കൊടുക്കും. അതിനുവേണ്ടി സംഭരിച്ച കുറേ സാധനങ്ങളിൽ ഒരു സാരി, അടിപൊളി ഒരു സാരി പാർട്ടി സെക്രട്ടറി ഭാര്യ എടുത്തുകൊണ്ട് നടക്കണം. നീ എന്തിനു ചിരിക്കാത്ത? എനിക്കിത് അത്ര വലിയ തമാശയായിട്ടൊന്നും തോന്നുന്നില്ല. ഇത് ലോകം മുഴുവൻ ചിരിച്ചോണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. എനിക്ക് ഈ ലോകത്തുള്ളവരുടെ കാര്യമൊന്നും അന്വേഷിക്കണ്ട. ഏട്ടനൊന്ന് താഴത്തോട്ട് പോയി നോക്കിക്കേ. അവരൊക്കെ സിനിമയ്ക്ക് പോവുക. അല്ല, നിങ്ങളുടെ പെങ്ങളും. ഓ അത് ശരി. അപ്പൊ അതൊക്കെ അന്വേഷിക്കാൻ നേരം ഉണ്ടായിരുന്നു. ഈ വീട്ടിലിരിക്കുന്ന പിന്നെ ഞാൻ എന്തന്വേഷിക്കാനാ? അവരുടെ കയ്യിലാണെ കാശില്ലാന്ന് പറയുകയും ചെയ്യും, ഇറങ്ങണ എല്ലാ സിനിമയും കാണുകയും ചെയ്യും. അസൂയ. ഇപ്പൊ നിനക്ക് സിനിമയ്ക്ക് പോകണോ അത് പുറത്തിറങ്ങണോ? സിനിമയ്ക്ക് കൊണ്ടുപോയില്ലെങ്കിൽ വേണ്ട, എന്നൊന്ന് പുറത്തേക്കെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ. അവരോട് അങ്ങ് പോയാൽ മതി. എനിക്ക് അവരുടെ കൂടെ ഒന്നും പോകണ്ട, എനിക്ക് ഏട്ടൻ്റെ കൂടെ പോയാൽ മതി. അങ്ങനെ അതെന്തറിയാമോ, എനിക്കാണെങ്കിൽ നിന്റെ അടുത്ത് ഇങ്ങനെ ഇവിടെ ഇരുന്ന് ചില തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുഖത്തോട് നോക്കി ഇങ്ങനെ അടുത്തിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഇവിടെ ഇരുന്നിരുന്ന് ഞാൻ മടുത്ത്. ആണോ? എന്നാ നീ പുറത്ത് പോയിട്ട് ഫോൺ കൊണ്ടുപോയാ.
എന്തിയാ ഇതൊന്നും നോക്കിയടി. തങ്കം ഒന്ന് പെട്ടെന്ന് അവിടെ ഈ സിനിമയെങ്കിലും ആദ്യം മുതൽ കാണണം. വരികയാണ്, ഇറങ്ങി പോണേ. അതെ, ഇനി സിനിമയ്ക്ക് വിളിച്ചില്ല എന്നുള്ള പരാതി പറയരുത്. ധൈര്യമായിട്ട് പോരാൻ ടിക്കറ്റ് ഞാൻ എടുത്തു തരും. ഉച്ചഭക്ഷണവും ഞാൻ സ്പോൺസർ ചെയ്യും. ആ എന്നെന്താ വിളിക്കുന്നില്ലേ? പിന്നെന്താ, വന്നോ സുഖമായിട്ടൊന്നും ഉറങ്ങാനല്ലേ എ സിയിലിരുന്നത്? ഹലോ, അതെ, ഏത് കടയിൽ നിന്ന് വാങ്ങിച്ചതൊന്നും പറയണ്ട. ഗൾഫിൽ നിന്നാണ്. ഗൾഫിൽ നിന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ. കൊള്ളാവോ? അന്തം വിട്ട് അമ്മേ അത് തന്നെ, അതിനെ അവനെ വിളിച്ച് കാണിക്കാം. എടി വാടി, പോണെങ്കിൽ വരാം. സിനിമയ്ക്ക് വരുന്നവർക്കൊക്കെ വരാം. ഏട്ടാ, നാത്തി കൊടുത്തേക്കുന്നത് എന്റെ സാരിയാ. ശരിയാണല്ലോ. ഞാനെന്താ ആലപ്പുഴ പഠിച്ചിട്ടുണ്ടല്ലേ ഇത്? സാരി ഞാൻ ഇന്നലെ പിരിവുകാരി വന്നപ്പോ കൊടുത്തതാ. ആ അതെ അതെ, ആ ചെക്കന്മാർക്ക് എടുത്തു കൊടുത്ത ഈ സാരിയാണല്ലോ. ഓർമ്മയില്ലേ? ഇന്നലെ നമ്മള് കൊടുത്തില്ലേ? അതേന്ന് പറയുന്നത് അതാണല്ലോ. ഇതെങ്ങനെയാ ഇവിടെ വന്നത്? എന്തോ അല്ലടി, ഈ സാരി ഇവിടെ സാരിയല്ലേ? അയ്യോ, അല്ല ഇത് എന്റെ ഒരു കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ തന്ന സാരിയാണ്. അല്ല 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 അല്ല, ഇത് ദുരിതാശ്വാസക്കാർക്ക് എവിടെ കൊടുത്ത സാരിയാണ്. അതെ, ഇന്നലെ സാരി കൊടുത്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ദുരിതാശ്വാസം കൊടുത്ത് ഇതുമായിട്ട് എന്തൊരു ബന്ധം? അതാ ഞാൻ പറയുന്നത്, ആ സാരി എങ്ങനെ ഇപ്പൊ വിളിക്ക് കിട്ടീന്ന്. കർത്താവ്, ഇതെന്തോ കഷ്ടമാണ്. ഇരുന്നിരുന്ന് ഒരുത്ത ഭാര്യക്ക് ഒരു സാരി വാങ്ങിച്ചു കൊടുത്താൽ അതിലും കയറി പിടിച്ചോണം. ഒരു സ്വസ്ഥത തരരുത്. ഇത് ഭയങ്കര മോശമാണേ. എന്തോന്ന് ഈ കാണിക്കുന്നത് ഭയങ്കര മോശമാണ്. അല്ലെ, അനാവശ്യം പറയരുത്. സത്യം പറയടാ, ഈ സാരി ഏതാ? ഈ സാരി ഞാൻ പൈസ കൊടുത്ത് കടയിൽ നിന്ന് മേടിച്ച സാരിയാ. എന്താ കടയിൽ നിന്ന് മേടിച്ചാ? ആ കസൻ ടെക്സ്റ്റൈൽസിൽ നിന്ന് ഞാൻ കാശ് 700 രൂപ കൊടുത്ത് വാങ്ങിച്ച സാരിയാണ്. കണ്ട കണ്ട, ഓന്ത് നിറം മാറുന്ന പോലെ മാറണൊക്കെ 5 മിനിറ്റ് പറഞ്ഞു അവനെ ഗൾഫിൽ നിന്ന് ഒരു കൂട്ടുകാരൻ കൊടുത്താന്ന്. ഇപ്പൊ അവൻ കടയിൽ നിന്ന് മേടിച്ചാന്ന്. തങ്കം, അടി തങ്കം, നിങ്ങളെല്ലാം കൂടെ കുടുംബം കലക്കരുത് ആവശ്യമില്ലാതെ. വളരെ മോശമായി പോയി. അമ്മ, ഇതെന്തോന്ന് അമ്മ ഈ പറയണ? അമ്മയാണ്, അമ്മയുടെ അച്ഛൻ അല്ല അമ്മയുടെ ഭർത്താവ് അവിൽദാരും മാമനാണ് സത്യം. ഞാൻ 700 രൂപ കൊടുത്ത് കസിൻ ടെക്സ്റ്റൈൽസിൽ നിന്ന് വാങ്ങിച്ചതാണത്. നീ ഇന്ന് വരെ ഒരു സാരി ഒക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? കള്ളത്തിനും പറയരുത് നീ. അളിയാ, ഞാൻ അവക്ക് എന്തെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അത് കണക്കെല്ലാം നിങ്ങൾ നിരത്താൻ പറ്റുമോ? അതെ, നീ പല തെണ്ടിത്തരം ചെയ്തിട്ട് ഞങ്ങൾ ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുണ്ടല്ലോ, ഈ ഒരു തെണ്ടിത്തരം ചെയ്തേക്കാൻ നല്ല കണക്ക് പിച്ചച്ചട്ടിയിലെ കൈയിട്ട് മാറ്റി തിന്നാ. അമ്മ അനാവശ്യം പറയരുത് കേട്ടോ. എന്താ ആവശ്യം? നീ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ആള് ഈ കാണിച്ച ഭയങ്കര മോശമാണ്. നീ ഇതുവരെ ചെയ്ത എല്ലാ കാര്യം ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുണ്ടല്ലോ, ഇത് ദൈവം സഹിക്കാത്ത കാര്യമാണ്. ഉണ്ടാഞ്ഞിട്ടല്ലേ ഓരോരുത്തരും ഓരോ സംഭരിച്ചു കൊടുക്കുന്നത്. ആളുകൾ ഇല്ലാത്ത പൈസ കൊടുത്ത് പാവപ്പെട്ടവരും പണക്കാരും ഒക്കെ ഇത്തരം സാധനങ്ങൾ സംഭരിച്ചു കൊണ്ടുപോയി എന്തെന്നറിയാമോ? ഈ ഒന്നുമില്ലാതെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ അരികിലേക്ക് എത്താനാണ്. അല്ലാതെ നിന്നെ പോലുള്ളവർക്ക് കൊണ്ടുപോയി വീട് നന്നാക്കാനുണ്ടല്ല. ഇത് ഞാനിനി മക്കളെ ആർക്കാന്ന് വെച്ചാ കൊണ്ടുവന്ന് കൊടുത്തോ. ഞാനേ ഹവിൽദാര് വീരഭദ്രൻ നായുടെ മോളെ, എനിക്ക് ഗതികേട് വന്നിട്ടില്ല. സത്യം പറയണ മക്കളാണ്. പാടിവിടെ സമാധാനമില്ല എല്ലാവർക്കും. അതെ, കുടുംബത്തിന് മാനക്കേടാ. ഇത്രയേ ഉള്ളൂ. എങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്ക്. ഇതേ ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ച സാരിയാ. നീ പൈസ കൊടുത്ത് മേടിക്കും. നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കില്ല. നീ ഇതും ചെയ്യും, ഇതിന്റെ അപ്പുറം ചെയ്യും. നന്നാവില്ല നീ. കുടുംബത്തിന് മാനക്കേടായി. എത്ര നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കണം. ഇവിടെ ഞങ്ങളുടെ പാർട്ടി മാത്രമല്ല, വേറെ പാർട്ടികളുണ്ട്. ഞങ്ങളുടെ പാർട്ടി ഉണ്ടല്ലോ, ഇതിന്റെ പേരിൽ ഒരിടത്തൊന്നും തുണി പിരിക്കണില്ല. ഞങ്ങൾ കാശ് പിരിക്കുന്നുണ്ട് ബക്കറ്റിൽ. പരിപാടി ഓരോരോ തോന്നിയവാസങ്ങൾ കാണിച്ച് കാണിച്ച് കാണിച്ചതൊരു ശീലമായിപ്പോയി. ആ വിളിക്കൂടെ. ആ അല്ല, ഞാൻ അങ്ങോട്ട് വരാം. Yes. എന്താ
ഏട്ടാ കാര്യം? അമ്മ ആ ഇങ്ങനെ ഒരു വൃത്തിയോട് കാണിക്കുന്ന കഷ്ടം. എന്തേ അമ്പിളിക്കുട്ടൻ വിളിച്ചായിരുന്നു. എന്തിന്? അല്ല, അവന്റെ പാർട്ടിയുടെ ആൾക്കാരാണോ ഇന്നലെ ഇവിടുന്ന് സാരിയൊക്കെ കളക്ട് ചെയ്ത് പോയെന്ന്. ആ ആ അപ്പൊ അവന്റെ പാർട്ടിക്കാരാ അവരും തുടങ്ങി ഈ പേര് പറഞ്ഞ് സാരി എടുത്തിട്ട് വെക്കാൻ? അല്ല, അവര് അത് വിറ്റില്ല. പിന്നെ അവര് ശേഖരിച്ച സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കുക. എന്താ ഈ പറയുന്നത്? ആ, ഇന്നലെ ഇവിടെ വന്ന് കളക്ട് ചെയ്ത സമയത്ത് അമ്മ പറഞ്ഞില്ലായിരുന്നു കുറച്ച് പായോടെ കൊണ്ട് മേടിച്ചു കൊടുക്കാന്ന്. ആ ആ അതെന്തായെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അപ്പൊ ഞാനിത് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഈ ഇവിടുന്ന് കൊണ്ടുപോയൊക്കെ അവര് ഓരോന്നായിട്ട് പാക്ക് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുക. അല്ലടാ അപ്പൊ ഈ സാരി അത് ക്ലീറ്റോ പൈസ കൊടുത്ത് വെച്ചായിരിക്കും. അത് എന്റെ പോലത്തെ തന്നെ സാരിയാ. നീ മിണ്ടരുത് നീ. എടി ഒരു കമ്പനി ഒരു സാരി ഇറക്കുള്ളൂ, ഒരുപോലത്തെ എത്ര സാരി ഇറക്കും? അത് ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല എനിക്ക്. കഴുത എന്നിട്ട് എടുത്ത് ചാടി വെറുതെ ഓരോരുത്തരോട് കുറ്റം പറയാം. സാമാന്യ ബോധം വേണ്ടി. നീ മിണ്ടരുത് നീ. അവൾ എന്തായാലും വൃത്തികേട് കാണിച്ചു വെച്ചാൽ നിനക്കില്ലടാ ബുദ്ധി. ആലോചിച്ചിട്ട് വേണ്ട എടുത്ത് പുറപ്പെടാൻ. ഒരു തെറ്റും ചെയ്യാത്ത അവനിപ്പോ എന്തൊക്കെ കുറ്റം പറഞ്ഞു നീ? എനിക്കറിയാ അവൻ നല്ലവനാ. അവൻ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പിരിച്ച സാധനം ഭാര്യയ്ക്ക് കൊടുക്കണമെന്നല്ല, തറവാടിയാ. എടുത്ത് ചാടുക എന്നിട്ട് ഓരോന്ന് ചെയ്യാം. അത് പോണ് കണ്ടപ്പോണ്ടാ കയ്യിലാ സാരിയും പിടിച്ചിട്ട് ചങ്ക് പൊട്ടിയിട്ടാവൻ പോയത്. എടാ എന്തെങ്കിലും ചെയ്യണതിന്റെ പോയി കൂട്ടിയിട്ട് വാ. Alien versus Alien.